ശ്രീ ലിബർട്ടി ബഷീർ, നിർമ്മാതാക്കളും സംവിധായകരും പ്രധാനപ്പെട്ട താരങ്ങളും അടങ്ങിയ 15 അംഗ കോക്കസ്, ഒരു പ്രത്യേകതരം മാഫിയ ഇവിടെ പ്രവർത്തിക്കുന്നു. അവരാണ് ഇവിടെ എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത്. ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു വലിയ സംഘമായി അത് മാറിയിരിക്കുന്നു. ഇവിടുത്തെ നമ്മുടെ രാജ്യത്തെ നിയമ സംവിധാനങ്ങളൊന്നും ഇവർക്ക് ബാധകമല്ല. അവർ പറയുന്നതിനനുസരിച്ച് സിനിമാ മേഖല പോകും. അവർക്കെതിരെ ഒന്ന് പ്രവർത്തിച്ചാൽ അത് സ്ത്രീയാകണമെന്നില്ല. ഒരു നോട്ടം കൊണ്ട് പോലും അവർക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യമുണ്ടായാൽ അവർ സിനിമാ മേഖലയിൽ നിന്ന് ഔട്ടാകും. അങ്ങനെയാണോ ഈ മലയാള സിനിമ? സ്മൃതി, ഈ 15 പേരോ 20 പേരോ അടങ്ങുന്ന, എനിക്ക് തോന്നുന്നു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷനിലും നമ്മുടെ ഫെഫ്കയിലും എല്ലായിട്ട് കുറച്ച് ആൾക്കാരുണ്ടാവും. അത് 5 പേരല്ല 10-100 പേരുണ്ടാവും. അവരെ മാഫിയ സംഘം എന്ന് പറയുന്നത് ഞാൻ യോജിക്കുന്നില്ല. കാരണം അവരെ നിയന്ത്രണത്തിലാണ് മലയാള സിനിമ കാലാകാലങ്ങളായിട്ട് അതാത് അപ്പം വരുന്ന അംഗങ്ങൾ, പ്രൊഡ്യൂസേഴ്സിൽ വരുന്ന മാറി മാറി വരുന്ന സംഘടനകൾ, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വരുന്ന മാറി വരുന്ന സംഘടനകൾ, ഫെഫ്കയിൽ വരുന്ന മാറി വരുന്ന സംഘടനാ നേതാക്കന്മാർ, അവരുടെ കീഴിലാണ് എപ്പോഴും മലയാള സിനിമ നിയന്ത്രിച്ച് കൊണ്ടുപോയത്. അത് അവരെ നിയന്ത്രണത്തിൽ നിന്ന് നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റില്ല. ഞാൻ വിചാരിച്ചാലും പറ്റില്ല, ഞാൻ സംഘടനയിലുണ്ടായാലും ഞാൻ വിചാരിച്ചാൽ പറ്റില്ല. എനിക്ക് ഒരു കാര്യം പറയേണ്ട സ്മൃതി, ഇപ്പോൾ 2017 നമ്മുടെ ഈ ഏമ കമ്മിറ്റി വന്നത്. അതിനു മുമ്പ് 2012 വർഷത്ത് അടൂർ ഗോപാലകൃഷ്ണൻ കമ്മിറ്റി ഇതേ ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അന്നും പറഞ്ഞിട്ടുണ്ട് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ഈ തീരുമാനങ്ങൾ ഉണ്ടാകണം, ഗവൺമെൻറ്റിലേക്ക് നിയമം വരണം, അന്ന് ട്രിബ്യൂണൽ വേണം. ഇതേ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ട് അവിടെ അന്ന് എനിക്ക് തോന്നുന്നു VS അച്യുതാനന്ദൻ്റെ ഭരണകാലത്താണ്. അപ്പോൾ അതെല്ലാം അതും അവിടെ അടയിരിക്കുന്നുണ്ട്. ഇതും കഴിഞ്ഞ 5 വർഷമായിട്ട് അടയിരിക്കുന്നുണ്ട്. അവിടെ ഒന്നും ചെയ്യില്ല. ഇപ്പോൾ നമ്മുടെ ടീച്ചർ സജിദേവി ടീച്ചർ പറഞ്ഞ മാതിരി വേറെ ഒന്നും നടക്കാൻ പോകുന്നില്ല. ട്രിബ്യൂണൽ വന്നാലും വേറെ ഒന്നും ഒരു ചുക്കും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. കാരണം നമുക്കിവിടെ പ്രൊഡ്യൂസേഴ്സിന് ആവശ്യമുള്ള മാത്രം തന്നെ ഗവൺമെൻറ്റിനും അമ്മയെന്ന സംഘടനയിലും എല്ലാവരെയും പ്രൊഡ്യൂസേഴ്സിൻ്റെ ആൾക്കാർക്ക് ആവശ്യമുള്ള അതേ തുല്യമായിട്ട് ഗവൺമെൻറ്റിനും അമ്മയിലുള്ള എല്ലാ പല അംഗങ്ങളെയും പല സംഘടനത്തും പല ആവശ്യങ്ങൾക്കും അവർ ഉപയോഗിക്കുന്നുണ്ട് ഗവൺമെൻറ്. അപ്പോൾ അവർക്കെതിരായിട്ടൊന്നും ഒരു നടപടി വർഷങ്ങളായിട്ട് നമ്മൾ മറുപടി കൂട്ടുന്നതെന്ന് നമുക്ക് തിയേറ്ററുകാർക്കായാലും പല പ്രൊഡ്യൂസേഴ്സിനും പല ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും ആവശ്യം ഗവൺമെൻറ്റിൻ്റെ അധീനത്തിൽ ഈ സിനിമ വരണമെന്നാണ്. അത് ഇപ്പോൾ എന്തുവരെ കളിച്ചു കഴിഞ്ഞാലും മലയാള സിനിമയിൽ ഗവൺമെന്റിന് ഇടപെടാൻ പറ്റില്ല, ഒന്നുമില്ല. ശ്രീ ലിബർട്ടി ബഷീർ, ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പരാതിയായി വന്നിരിക്കുന്നത് സിനിമാ മേഖലയിലെ ലൈംഗിക ചൂഷണമാണ്. സിനിമയിലേക്കൊന്ന് പ്രവേശിക്കണമെങ്കിൽ തന്നെ ലൈംഗിക താല്പര്യങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കണം, അത് അംഗീകരിക്കണം, സഹകരിക്കാത്തവരെ തുടക്കത്തിലെ അങ്ങ് പുറന്തള്ളും. ഈ സഹകരിക്കുന്നവർക്ക് പ്രത്യേക കോഡ് ഭാഷ കൊണ്ടൊരു കോഡ് ഭാഷയിലാണത് പറയുന്നത്. അങ്ങനെ സഹകരിക്കുന്നവർ മാത്രം മതി ഈ സിനിമയിൽ എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നു, അല്ലാത്തവരെ പുറന്തള്ളുന്ന സാഹചര്യം. ഇതാണോ യഥാർത്ഥത്തിൽ നടക്കുന്നത്? സിമിതി, ഇത് 5 വർഷം മുമ്പേ കൊടുത്ത മൊഴിയാന്ന്. 5 വർഷത്തിന് ശേഷം പല മാറ്റങ്ങളും മലയാള സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ 5 വർഷം മുമ്പേ കൊടുത്ത ഇതെല്ലാം കറക്റ്റാന്ന്. ഏമ കമ്മീഷൻ എഴുതിയല്ല, ഞാൻ 5-6 ദിവസത്തോളം അവിടെ ഏമ കമ്മീഷന് മുമ്പ് പോയിട്ട് മൊഴി കൊടുത്ത വ്യക്തിയാണ്. അവിടെ അവരെഴുതിയ എല്ലാ കാര്യങ്ങളും അക്ഷരമതി ശരിയാണ്. അന്നും 5 കൊല്ലവും ആ പ്രീവിയസ് 5 വർഷത്തിന് മുമ്പായിട്ട് കൊടുത്ത മൊഴികളാണ് ഇപ്പോൾ ഈ പിന്നെയും 5 വർഷത്തിന് ശേഷം വന്നിട്ടുള്ളത്. ഈ വർഷങ്ങൾ ഇത്രയും ഒരു മാറ്റം ഉണ്ടാകാതെ 5 വർഷം മുമ്പ് കൊടുത്ത മൊഴിയിൽ ഒരു നടപടിയും സർക്കാർ ഒന്നും എടുത്തിട്ടുമില്ല. പിന്നെ എന്ത് മാറ്റമുണ്ടായെന്നാണ് താങ്കൾ പറയുന്നത്? താങ്കൾ പറയുന്ന ഒരു കാര്യം ശരിയായിരിക്കും, പുതുതലമുറയിലെ ഒരു വിഭാഗം സിനിമാ മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട്, അവർ മറ്റൊരു സമീപനം എടുക്കുന്നുണ്ട്. പോസിറ്റീവായ ചില കാര്യങ്ങളും ചിലരെങ്കിലും ഈ മൊഴികളിൽ പറയുന്നുണ്ട്. ചിലരുണ്ട് ബഹുമാനത്തോടെ കൂടി പെരുമാറുന്നവർ, ബഹുമാന്യരായ ചില വ്യക്തികൾ, വിരലിലെണ്ണാവുന്ന വ്യക്തികൾ. അതെ. അപ്പോൾ അവിടെ ഇപ്പം വരുന്ന പുതിയ തലമുറയിലൊന്നും അങ്ങനത്തെ നിങ്ങൾ വിചാരിക്കുന്ന ഒരു തരത്തിലുള്ള സമിതി വിചാരിക്കുന്ന ഒരു തരത്തിലൊന്നും ഇവരെ ഗുണ്ടായിസോ ഒന്നും നടക്കില്ല. അവർ തിരിച്ച് മറുപടി പറയുന്ന അവസരമാണ് ഫീമെയിൽസ് ആയാലും മെയിലായാലും എല്ലാം പറയുന്നത്. ഈ പഴയ തലമുറയിലുള്ള ആൾക്കാർ ഇപ്പം പഴയ മാത്രം തന്നെ ഉള്ളത്. അവർക്കെതിരായിട്ട് ഒരു നടപടിയൊന്നും ഈ ഗവൺമെൻറ് എടുക്കാൻ പോകുന്നില്ല. ഈ ഏമ കമ്മീഷനിലെ വേറെ പുതിയൊരു കമ്മിറ്റി വെച്ച് കഴിഞ്ഞാലും ഗവൺമെൻറ് നടപടി എടുക്കില്ല. ഇതൊക്കെ ശരി തന്നെയാണ്. ഇതെല്ലാം 5 വർഷം മുമ്പേ നടന്നത് 100% വാതിലിൽ മുട്ടുന്നതും മറ്റുള്ളതെല്ലാം നമ്മളെല്ലാം ലൊക്കേഷനിൽ കണ്ടു. നമ്മൾ ഇരിക്കുന്ന ലൊക്കേഷനിൽ നമ്മൾ ഹോട്ടലിൽ താമസിക്കുന്നതിനും ഉണ്ടാവില്ല, എല്ലാത്തിലും ഉണ്ടാവും. അതിൽ നമ്മളിപ്പോൾ ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിനെ വെക്കുന്നത് ഇതെല്ലാം നിയന്ത്രിക്കാൻ വേണ്ടിയാണ്. അയാളും രാത്രിയാകുന്ന സമയത്ത് ലഹരിയും പല ഉണ്ടാകാനും അപ്പം വാതിൽ മുട്ടും ഇതെല്ലാം നടക്കുന്നതാണ്. അത് കാലാകാലങ്ങളായിട്ട് പല ലൊക്കേഷനിലും നടന്നുകൊണ്ടിരിക്കുന്നതാണ്.
പക്ഷെ അതിനെല്ലാം ഇപ്പം കഴിഞ്ഞ 4-5 വർഷമായിട്ട് ഒരു ശമനം ഉണ്ടായിട്ടുണ്ട്. ഒരു മുഴുവനായിട്ട് മാറിയില്ല, ഒരു ശമനം ഉണ്ടായിരുന്നു മാത്രമേ ഞാൻ പറയാൻ പറ്റൂ.